നല്ല ബെസ്റ്റ് ഡ്യൂറബിൾ ആയ ഒരു ഫോൺ, നല്ല ബിഗർ ബാറ്ററിയുമായിട്ട് നിങ്ങൾക്ക് വേണം, അതും 15,000 താഴെ തന്നെ വേണം, അതിൽ IP69 റേറ്റിംഗ് അടക്കം വേണമെങ്കിൽ ഈ സെഗ്മെന്റിൽ ഇപ്പോഴേക്ക് കിട്ടാനുള്ള ഒരേ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് Realme 14X വിത്ത് IP69 റേറ്റിംഗ്. സോ നമുക്ക് ഈ ഒരു ഫോണിനെ പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഈ ഒരു സംഭവമൊക്കെ ഈ റേഞ്ചിൽ കൊണ്ടുവരുമ്പോൾ ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഒരു അൺബോക്സിങ് ആൻഡ് ഇനീഷ്യലും പ്രശ്നമാണ്, കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയതാണെന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ വിട്ടുകളയാമല്ലോ. ഇതാണ് ആ വലിയ ബോക്സ് നമുക്ക് Realme അയച്ചു വന്നിരിക്കുന്നത്. 2 കമ്പാർട്ട്മെന്റുകളായിട്ടാണ് സംഗതികൾ കൊടുത്തിരിക്കുന്നത്. ഒന്നിൽ Realme 14X നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പാക്കേജ് ഇങ്ങനെയായിരിക്കും. ഇത് കൂടാതെ ഇതിനകത്തൊരു വാട്ടർ പാക്കറ്റ്, വെള്ളത്തിന്റെ ഒരു പാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ IP69 റേറ്റിംഗ് ഉള്ള ഫോണാണ്. നമുക്ക് വെള്ളത്തിൽ കവറിൽ വെള്ളത്തിന്റെ ഉള്ളിൽ ഇട്ട് വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. വലിയ ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം, ചെറിയ ബോക്സ് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് മറ്റൊരു ബോക്സിൽ കേസ്, ഡോക്യുമെന്റേഷൻ, സിമ്പിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ പതിവ് കാണാറുള്ളത് തന്നെ, അതുകൊണ്ട് മാറ്റി വെക്കാം. ഫോണിലേക്ക് വന്നാൽ ഈ കാണുന്നതാണ് ഫോണിന്റെ ഡിസൈൻ. ഡയമണ്ട് ഡിസൈൻ എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ബോക്സിൽ 45 വാട്ടിന്റെ സൂപ്പർ ബുക്ക് ചാർജർ വരുന്നുണ്ട്. Type A to Type C കേബിളും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിലെ കണ്ടന്റ്. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. സോ Realme 14X എങ്ങനെയുണ്ട് ഡിസൈൻ? ഡയമണ്ട് ഡിസൈൻ എന്നാണ് പറയുന്നത്. അതായത് നേച്ചറിൽ കാണുന്ന ക്രിസ്റ്റൽ, ജെംസ് തുടങ്ങിയ സംഭവങ്ങളിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തിരിക്കുന്ന ഡിസൈൻ എന്നാണ് പറയുന്നത്. സംഗതി എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അത് നിങ്ങളാണ് പറയേണ്ടത്. സോ ഈ ഫോണിന്റെ ഏറ്റവും വലിയ ഹൈപ്പ് അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് IP69 റേറ്റിംഗ് 15,000 താഴെ കൊണ്ടുവന്ന് തരുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ഇവർ വെള്ളത്തിന്റെ പാക്കറ്റൊക്കെ തന്നിട്ടുണ്ടല്ലോ, മുക്കി നോക്കിയാലോ? ഒരു പണിയില്ല, നേരെ മുക്കി ഫോൺ വെള്ളത്തിലേക്ക് മുക്കിയിട്ടുണ്ട്. ഇതാ ഫോൺ ഓൺ ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടാ, വെള്ളമാണ്, നിറച്ച് വെള്ളമാണ്. ഇതാ വെള്ളം പൊക്കി ഫോണിന്റെ മുകളിൽ വരെ എത്തിച്ചിട്ടുണ്ട്. ഫോൺ വെള്ളത്തിൽ ഫുള്ളായിട്ട് മുങ്ങി നിൽക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ? ഫോൺ ഓണൊക്കെ ഓഫ് ആക്കുന്നുണ്ട്. ഫുള്ള് വെള്ളത്തിൽ മുക്കി പിടിച്ചിരിക്കുകയാണ് നമ്മൾ ഈ ഫോണ്. ഇനി നമുക്ക് ഇവനെ എടുത്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതാരും പോയിട്ട് വെള്ളത്തിൽ മുക്കി ഒന്നും ടെസ്റ്റ് ചെയ്യരുത്. ഞാനിതൊരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി മാത്രം കാണിക്കുകയാണ്. ഫോണിൻ്റെ വെള്ളത്തിന് പുറത്തെടുത്തിരിക്കുകയാണ്. നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം. ഫോണിൻ്റെ സ്ക്രീനിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ. പക്കാവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു വിഷയമില്ല. കണ്ടോ, സാധാരണ ഡിസ്പ്ലേ തുറന്ന പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ വെള്ളത്തിൽ മുക്കിയിട്ടും പെർഫോമൻസിന് പ്രശ്നമില്ല. അതേപോലെ തന്നെ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴും നനഞ്ഞ ഡിസ്പ്ലേ ആയിട്ട് കൂടി സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. റെയിൻ സ്മാർട്ട് ടച്ച് എന്നാണ് ഇങ്ങനെ നനഞ്ഞ ഡിസ്പ്ലേയിലും കൈകൊണ്ട് തൊട്ടാൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന അവസ്ഥയ്ക്ക് അവർ പറയുന്ന പേര്. അതായത് ആ ഒരു ടെക്നോളജി റെയിൻ വാട്ടർ ടച്ച് ടെക്നോളജിയാണ്. സോ ഇത് വെള്ളത്തിൽ വീണാലും കംപ്ലൈൻറ്റ് വരില്ല എന്നാണ് അവർ പറയുന്നത്. IP69 റേറ്റിംഗ് അത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ആരും ടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് വെള്ളം കയറിയാൽ വാറണ്ടിയിൽ അത് കവർ ആവില്ല. ഇവർ മാത്രമല്ല ഒരു ബ്രാൻഡുകളും കവർ ചെയ്യുന്നില്ല ഈ വാട്ടർ ഡാമേജ്. പിന്നെ വെള്ളത്തിൽ മുക്കിയൊക്കെ എടുക്കുമ്പോൾ ഈ വെള്ളം പുറത്തേക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സോണിക് വേവ് വിജക്ഷൻ എന്ന് പറയുന്ന ഒരു സൗകര്യമുണ്ട്. അതായത് ഒരു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ശക്തമായിട്ട് ആ ഒരു ഉള്ളിൽ ഈ സ്പീക്കറിലൊക്കെ വെള്ളം കയറിയിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പുറത്തേക്ക് തെറിപ്പിച്ച് കളയുന്ന സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾ ആരും കൊണ്ട് വെള്ളത്തിൽ മുക്കണ്ട. ബട്ട് ആക്സിഡൻ്റലി നിങ്ങളുടെ നിന്നൊക്കെ വെള്ളത്തിൽ വീണാലും ഇന്ന് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു റേറ്റിംഗ് പ്രൊട്ടക്ഷൻ ഈ ഫോണിനുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാമെന്ന് മാത്രം. അതിനും പുറമെയാണ് മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസ് സംവിധാനങ്ങളൊക്കെ വരുന്നത്. അതായത് ഈ 4 കോർണറിലും ഒരു ഇത്തിരി എക്സ്ട്രാ സ്ട്രെങ്ത് കൊടുത്തിട്ടെന്നാണ് പറയുന്നത്. മൂല കുത്തിയൊക്കെ വീണാലും പെട്ടെന്ന് അങ്ങനെ കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇതിനകത്ത് കുഷനിങ് സ്ട്രക്ചറൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെ താഴെ വീഴുമ്പോൾ ഉള്ളിലുള്ള കമ്പോണൻസിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ മൊത്തത്തിൽ അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആണ്. ഒപ്പം തന്നെ വളരെ സ്ലിമ്മുമാണ്. 7.94 mm ആണ് തിക്നെസ് വരുന്നത്. 197 ഗ്രാമിൻ്റെ വെയിറ്റ് ഒക്കെ വരുന്നുള്ളൂ. ഓവർ വെയിറ്റോ തിക്നെസ്സോ ഒന്നുമില്ല, കംഫർട്ടബിൾ ആണ്. സോ ഈ ഒരു ഫോണിന്റെ ഏറ്റവും നല്ല ഘടകം ഇതിന്റെ ബിൽറ്റും ഈ പറഞ്ഞ പ്രൊട്ടക്ഷനുകളൊക്കെ തന്നെയാണ്. പിന്നെ ഒരു നല്ല കാര്യം ഈ ഫോണിലുള്ളത് 6000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ചാർജിങ് വരുന്നുണ്ട്. സോ നല്ല ബാറ്ററി ലൈഫുള്ള ഫോണാണ്, ചാർജിങ്ങിലും പ്രശ്നമില്ല. സോ ഈ ഒരു പ്രൈസിന് 15,000 താഴെ വരുന്നൊരു ഫോൺ എന്ന് പറയുമ്പോൾ ഈ 2 ഘടകങ്ങളാണ് ഇതിൽ ഏറ്റവും നല്ലതായിട്ടുള്ളത്. പിന്നെ ഉള്ളത് നല്ലത് 6300 എന്ന് പറയുന്ന ഡൈമെൻസിറ്റി പ്രോസസ്സറാണ്. 8 GB റാമാണ് ഇതിനകത്ത് വരുന്നത്. അതിൽ തന്നെ 10 GB നിങ്ങൾക്ക് ഡൈനാമിക് റാം വേണമെങ്കിൽ സ്റ്റോറേജ് ആഡ് ചെയ്ത് ഉപയോഗിക്കാം. സോ അങ്ങനെ ഒരു 18 GB റാമുള്ള ഫോൺ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ സ്റ്റോറേജ് വേണമെങ്കിൽ 2 TB വരെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. മെമ്മറി കാർഡ് വഴി ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഞാൻ പറഞ്ഞില്ലേ, അതുവഴി നിങ്ങൾക്ക് 2 TB വരെ എക്സ്പാൻഡ് ചെയ്യാം. 6 GB റാം 128 GB സ്റ്റോറേജ് വരുന്നുണ്ട്. 8 GB റാം 128 GB സ്റ്റോറേജ് വരുന്നുണ്ട്. 8 GB യിൽ 10 GB സ്റ്റോറേജ് ആഡ് ചെയ്യുമ്പോഴാണ് 18 GB റാം ആവുന്നത്, മറക്കണ്ട. പിന്നെ റാം ടൈപ്പ് നോക്കിയാൽ LPDDR4X റാമാണ്, നല്ലതാണ്. eMMC സ്റ്റോറേജ് ആണ് വരുന്നത്. അത് വന്നിട്ട് അത്ര നല്ലതല്ല ഈ ഒരു വിലയ്ക്ക്, പക്ഷേ എന്നാലും അതാണ് ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. Realme UI 5 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. അതിൽ തന്നെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് സ്കോർ ഒക്കെ നോക്കിയാൽ 420K റേഞ്ചിൽ വരുമെന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഓവറോൾ സെറ്റപ്പ് നോക്കിയാലും 15,000 രൂപ റേഞ്ചിലെ ബെസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല. കാരണം 6300 പ്രോസറാണ്. ഇത് വന്നിട്ട് 15,000 റേഞ്ചിലെ ബെസ്റ്റ് അല്ല. ബട്ട് സാധാരണ യൂസ് ഒന്നും യാതൊരു വിഷയമില്ല. വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ പെർഫോമൻസ് കാണിച്ചു തരുന്നുണ്ട്. യാതൊരു ലാഗും ഇല്ല. സ്മൂത്ത് ആയിട്ട് നിങ്ങളുടെ സാധാരണ യൂസ് ഡേ ടു ഡേ യൂസേജിന് ഒരു തടസ്സവും ഇല്ലാത്ത കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും.
ഇനി ഇതിൻ്റെ ക്യാമറയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് തോന്നിയത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. സാമ്പിൾ ഒന്ന് കണ്ടു നോക്കൂ. അത്യാവശ്യം നല്ല ക്യാമറയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇൻഡോർ ലൈറ്റിലും ഔട്ട്ഡോർ ലൈറ്റിലും ഒക്കെ നേരത്തെ ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. അത്യാവശ്യം ഞാൻ ഏറ്റവും നല്ലതാണെന്നല്ല പറയുന്നത്. സെൽഫി ക്യാമറയുടെ ഇമേജുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. അതും വന്നിട്ടൊരു 16 കൊടുക്കാമായിരുന്നു. ഇതിൽ 8 ഉള്ളൂ. എന്നാലും ഈ സാമ്പിളുകൾ ഈ രീതിയാണ്. ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ എടുത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആവുമോ എന്ന് നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്താൽ മതി കേട്ടോ. സംഭവം ഒരു ഡീസൻറ്റ് ലെവലിലുണ്ട്. വീഡിയോ ഫുൾ HD വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ ക്വാളിറ്റി ഇതായി കാണുന്ന പോലെയൊക്കെയാണ്. എങ്ങനെയുണ്ട് വീഡിയോ ക്വാളിറ്റി? നിങ്ങൾക്കിത് മതിയാകുമോ? ഞാനിതിലും ഡേ ലൈറ്റിലും ഇൻഡോർ ലൈറ്റിലും എടുത്തൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് മെയിൻ ക്യാമറ. ഒപ്പം തന്നെ സെൽഫി ക്യാമറയുടെ ഡേ ലൈറ്റ് വീഡിയോയും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോയും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ രണ്ടും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വില കൊടുത്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒപ്പം ഈ ഒരു ക്യാമറ കിട്ടിയാൽ അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ലാന്ന് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് പോകാം. ഇനി ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ 6.67 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ്. ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ 240 ഹെർട്സ് ആണ് വരുന്നത്. 500 ഹെർട്സിന്റെയാണ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് വരുന്നത്. 625 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. സോ മൊത്തത്തിൽ ഞാൻ ഇതിന്റെ ഡിസ്പ്ലേയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും HD+ ഡിസ്പ്ലേ 500 നിറ്റ്സ് ബ്രൈറ്റ്നസ് എന്നൊക്കെ പറയുമ്പോൾ പോരാ. ഈ വിലയ്ക്ക് ഇതിനേക്കാൾ നല്ലത് Realme Narzo 70 ടർബോയോ Realme P1 ഒക്കെ തന്നെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും 15,000 രൂപയ്ക്ക് പോരാ എന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. സോ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല ഡ്യൂറബിൾ ആയ നല്ല ബാറ്ററി ലൈഫുള്ള Realme 14X പരിഗണിക്കാവുന്നതാണ്. ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. പിന്നെ 200% അൾട്രാ വോളിയം മോഡൊക്കെ ഉണ്ട്. നമ്മൾ വോളിയം കൂട്ടി വെക്കുമ്പോൾ 200% വരെ വരും. അത് കുറച്ചും കൂടി ലൗഡായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. വലിയ പ്രശ്നമില്ലാത്ത നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് Realme 14X എന്ന ഫോണിനെ കുറിച്ച് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനും ബാറ്ററിക്കും വേണ്ടി ഒരു സാധാരണ പെർഫോമൻസ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളിത് ചൂസ് ചെയ്യുമോ? നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ടെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അപ്പോൾ അത്രയുമാണ് Realme 14Xനെ കുറിച്ചുള്ള ഒരു അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന സംഗതി. ഇതാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. താഴെ ലിങ്ക് കൊണ്ട് താല്പര്യമുള്ളവർക്ക് മാത്രം പരിശോധിക്കാം.